കേൾക്കുക, നിന്റെ മക്കൾ നല്ലവരായി വളരണമെങ്കിൽ അവർ ദുസ്വഭാവികളാകാതെ നീ ആഗ്രഹിച്ചതുപോലെ വരണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ഖലഖലകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ. അല്ല പറയുകയാണ് മക്കളെക്കുറിച്ച്, എന്റെ ശബ്ദം കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഓരോ മാതാപിതാക്കളോടും നാളെ ഭാവിയുടെ പ്രതീക്ഷയായി മക്കളെ വളർത്തുന്ന, നാളെ ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിൽ മക്കളെ കൈപിടിച്ച് നടക്കാമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ ഓരോ മാതാപിതാക്കളും അങ്ങനെയാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സന്താനങ്ങൾ വളരേണ്ട സാഹചര്യം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മക്കളെ വളർത്തേണ്ട കാര്യം പറയുമ്പോ അല്ലാഹു ആദ്യം പറയുന്നത് എന്താണെന്നറിയുമോ? ഹുവല്ലദീ, അല്ലാഹു ആണെന്ന് നിങ്ങൾക്കറിയുമോ? ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. അല്ലാഹുവാണ് ഒരൊറ്റ ശരീരർത്ഥം എന്താണെന്നറിയുമോ? നമ്മുടെ മക്കളെ കുറിച്ചുള്ള ചിന്താ പ്രസവം മുതൽ തുടങ്ങിയാ പോരാ, നിന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ തുടങ്ങിയാ പോരാ, നിന്റെ സന്താനങ്ങൾ നന്നാകണമെന്ന ആഗ്രഹം നിന്റെ നിക്കാഹ് നടക്കുന്ന ആ സമയം മുതൽ ഉണ്ടാകണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്നല്ലേ ഈ ആയത്തിന്റെ അർത്ഥം സഹോദര? അല്ലാഹു അടുത്തത് മക്കളെ കുറിച്ചാണ് പറയുന്നത്. ആ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിനു മുമ്പ് ആദ്യം അല്ലാഹു പറയുന്നത് എന്താ? വിവാഹമെന്ന് പറഞ്ഞാൽ ഇതൊരു കളിതമാശയല്ല, നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇതൊരു ചടങ്ങ് മാത്രമല്ല, എവിടെയെങ്കിലും നടക്കുന്ന ആഭാസം മാത്രമല്ല. അങ്ങനെയാണല്ലോ ിയത്. അള്ള പറയുന്നു, നിക്കാഹ് എന്ന് പറയുന്നത് ഒരു തലമുറയുടെ തുടക്കമാണ്. നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന്റെ തുടക്കമാണ് നിന്റെ വിവാഹം. ആ വിവാഹം പവിത്രമാകണേ, ആ വിവാഹം പവിത്രമായ സ്ഥലത്ത് വെച്ചാകണേ, ആ വിവാഹം നീ നല്ല രീതിയിൽ നടത്തണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിന്റെ റസൂൽ വിവാഹത്തിന്റെ കാര്യത്തിൽ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഒന്ന്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഈ നിക്കാഹിനെ നിങ്ങൾ പരസ്യമായിട്ട് നടത്തണേ. നിന്റെ ഓരോരുത്തരുടെയും നിക്കാഹിനെ പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് വിവാഹച്ചന്തയിലെ മാത്സര്യ ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകട് കളിക്കുന്ന സമുദായത്തിന്റെ നടുവില് എല്ലാവരും നിക്കാഹ് നടത്തുന്നത് ഇവിടെ വെച്ചാ. ചിലർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താറുണ്ട്, ചിലർ സിനിമാ കോട്ടയിൽ വെച്ച് നടത്താറുണ്ട്. എല്ലാ ആഭാസങ്ങളുടെ നടുവില് ഇന്ത്യൻ ഉരുക്ക് വ്യവസായി ലക്ഷ്മി മിത്തലിന്റെ പെണ്ണിനെ കെട്ടിച്ചപ്പോ മകളുടെ കല്യാണത്തിന് ഒരു നേരം എടുക്കാനുള്ള സാരിക്ക് 40 ലക്ഷം രൂപ വിലയാണെങ്കിലോ ആർഭാടങ്ങൾ വലിച്ചെറിഞ്ഞ് ലോകത്തിന്റെ ആഭാസങ്ങളുടെ ഹറാമുകളുടെ നടുവിൽ വെച്ച് നിക്കാഹ് നടത്തുമ്പോ എന്റെ സഹോദരായി വാക്ക് നിങ്ങൾ എങ്ങനെ പരിഗണിച്ചാലും കുഴപ്പമില്ല, എങ്ങനെ ഭരിച്ചാലും കുഴപ്പമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒരു നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ, ഒരു പുരുഷന്റെ ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവാണ്, അവന്റെ ജീവിതത്തിന്റെ പ്രധാന കർമ്മമാണ്. ഓ കർമ്മം നീ പള്ളിയിൽ വെച്ച് നടത്തണേ. കാരണം ലോകത്തിൽ ആദ്യത്തെ നിക്കാഹ് നടന്നത് സ്വർഗത്തിൽ വെച്ചാ. ആദം നബിയെയും ഹവ്വാ ബീവിയുടെയും നിക്കാഹ് അല്ലാഹു നടത്തിയത് സ്വർഗത്തിൽ വെച്ചാണ്. അതുകൊണ്ട് നിക്കാഹ് സ്വർഗത്തിൽ വെച്ച് നടത്തപ്പെടേണ്ടതാ. ഓരോ നിക്കാഹും ഈ ഭൂമിയിലെ സ്വർഗത്തിൽ വെച്ച് നടത്തപ്പെടട്ടെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മക്കളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അള്ള പറയുന്ന എന്തിനെ കുറിച്ചാ? നിക്കാഹിനെ കുറിച്ചാ. അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ ആദ്യം നിക്കാഹ് നല്ലെടുത്ത് വെച്ച് നടത്തണം. നമ്മൾ എവിടെ വെച്ചാ കല്യാണം നടത്തണേ? എവിടെ വെച്ചാ നമ്മൾ നിക്കാഹ് നടത്തണേ? പള്ളി വെച്ച് നിക്കാഹ് എടുത്തോ? അള്ളാന്റെ റസൂൽ വന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഭർത്താവിനോട് ഇതാ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത പറഞ്ഞാൽ എന്ത് പറയണം? അവര് രണ്ടുപേരും കൂടി പറയണം, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്കൊരു തലമുറയുടെ അവകാശിയെ തരുകയാണ്. എത്രയോ ആളുകൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് നീ സന്താനങ്ങളെ കൊടുത്തില്ല. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സന്താനങ്ങളെ തന്നു. അല്ലാഹുവേ അൽഹംദുലില്ലാഹ്,
അവര് ഭാര്യയും ഭർത്താവും കൂടി അല്ലാഹുവിന് സ്തുതി പറയണം. എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുന്ന വിഷയം വിശാലമാണ്, ചുരുക്കട്ട് അല്ല പറയുകയാണ്, ഫലമ്മാ അഫ്ഖലത്, ആ ഗർഭധാരണം ഉറപ്പായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആ സ്ത്രീ 4 മാസം ഗർഭിണിയായി. അപ്പോഴാണല്ലോ അല്ലാഹു ആ കുഞ്ഞിന് റൂഹിനെ ഊതുക. അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടും. ആ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് റൂഹൂതുമ്പോ ആ സമയത്ത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കൈയും കാലും അനക്കാൻ തുടങ്ങും. ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, എന്റെ ശബ്ദം കേൾക്കുന്നവരെ ചെയ്തു കൊള്ളണേ. അല്ലാഹു പറയുകയാണ്, ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞ് അനങ്ങാൻ തുടങ്ങുമ്പോ അത് 4-ാം മാസത്തിലാണ് അനക്കം നിൽക്കുന്നത്. ആ സമയത്ത് ഭാര്യയും ഭർത്താവും കൂടി എന്ത് ചെയ്യണമെന്നറിയുമോ? അല്ല പറയുകയാണ്, മാതാവ് ചോദിക്കണം, ആണ് വേണോന്ന് ദുആ ചെയ്യണോ പെണ്ണ് വേണോന്ന് ദുആ ചെയ്യണോ? നമുക്ക് ആഗ്രഹം ആണ് വേണോന്ന്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ആണ് വേണമെന്നും ചോദിക്കരുത്, പെണ്ണ് വേണമെന്നും ചോദിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവോട് നിങ്ങൾ എന്ത് ദുആ ചെയ്യണമെന്നറിയുമോ? അല്ലാഹുവേ 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 ലഇൻ അതൈതനാ സാലിഹാ ലനകൂനന്ന മിനശ്ശാകിരീൻ. അല്ലാഹുവേ ആണായാലും വേണ്ടില്ല പെണ്ണായാലും വേണ്ടില്ല, അല്ലാഹുവേ ഒരു സാലിഹായ കുഞ്ഞിനെ തരണയല്ല. പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന നമസ്കാരമുള്ള നോമ്പുള്ള അല്ലാഹുവേ നാളെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചാൽ ദുആ ചെയ്യുന്ന പടച്ചവനെ ഞങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന ഒരു സാലിഹായ കുഞ്ഞിനെ തരണയല്ല. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ ആദ്യമായി ഓർമ്മിപ്പിക്കട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ മക്കളെ കുറിച്ച് പറയുമ്പോ ആദ്യമായി നമ്മോട് പറയുന്നതെന്താ? മാതാപിതാക്കള് 4-ാം മാസം മുതലേ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങണം. അവൻ ജനിച്ചതിന് ശേഷമല്ല, അവന് 10 വയസ്സായതിന് ശേഷമല്ല, അവൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴല്ല ദുആ ചെയ്യേണ്ടത്. മക്കളെ പോട്ട് വളർത്തുന്ന മാതാപിതാക്കള് അല്ലാഹു പറയുകയാണ്, 4 മാസമാകുമ്പോ അവന്റെ ശരീരത്തിലേക്ക് റൂഹൂതുന്ന സമയമാകുമ്പോ അവന്റെ കാലണങ്ങാൻ തുടങ്ങുമ്പോ കണ്ണിമ വെട്ടാൻ തുടങ്ങുമ്പോൾ മുതൽ മാതാപിതാക്കള് നിരന്തരമായി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മക്കളുടെ ദുസ്വഭാവം ഒത്തിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ, മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് മാതാപിതാക്കളുടെ ദുആയാണ്. ഒന്നാമതായിട്ട് മാതാപിതാക്കളുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാകേണ്ടതെന്താ? അല്ലാഹുവേ എന്റെ കുഞ്ഞിന് നല്ല കുഞ്ഞായി മാറണം, അല്ലാഹുവേ നാളെ ആഖിറത്തിൽ എനിക്ക് പ്രയോജനപ്പെടണം. അതിനുവേണ്ടിയല്ലേ മക്കളെ വളർത്തേണ്ടത്? ഈ ദുനിയാവിലെ മക്കളെ നമുക്ക് എന്ത് തരാനാ? നാളെ പരലോകത്ത് നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലോട്ട് പോകുന്ന എന്നെനിക്കറിയില്ല. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് ദുനിയാവിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ വെടിവെട്ടിപ്പോയത്. അവനെ നമുക്ക് ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, അവൻ എത്രയെത്രയോ കാഴ്ചപ്പാടുകൾ നമുക്കെന്ത് ശരി തന്നെ ആക്കിക്കൊള്ളുക. പക്ഷേ അവനെ ദീനിയായൊരു ചുറ്റുപാടിൽ വളർത്തണ്ട്, അവനെ നമസ്കാരമുള്ളവനാക്കണ്ട്, അവൻ നോമ്പ് വിളിക്കുന്നവനാക്കണ്ട്, അവൻ അല്ലാ എന്ന് വിളിക്കുന്നവനാകണ്ട്, അവൻ ഭൂഷിൽ നിന്ന് തൈക്കാലിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവനാകണ്ടേ, അവന് ധർമ്മമറിയുന്നവനാകണ്ടേ, അവനെ ഒരു മദ്യപാനിയാക്കണോ? അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് എന്റെ ഉമ്മമാരോട് പറയുകയാണ്, അൽ ഉമ്മഹഖുലു തർബിയത്തുൽ ഔലാദ്. ഉമ്മമാരാണ് മക്കളെ തർബിയത്ത് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കടമയുള്ളവർ. അതുകൊണ്ട് മാതാപിതാക്കളെ മറക്കരുത്. എപ്പോൾ ദുആ ചെയ്താലും ഒരു മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുന്ന ദുആയാണ്. എത്ര ആളുകൾ 5 വഖ്ത് നമസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന് ശേഷം അല്ലാഹുവേ എന്റെ മക്കൾ അവരെ നന്നാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്ന എത്ര മാതാപിതാക്കളുണ്ട്? അതുപോലെ ചെയ്യാൻ കഴിയാതെ അവൻ മദ്യപിച്ചാൽ അവനെ കുറ്റം പറയാൻ പറ്റുമോ? അവൻ എവിടെ പോയാലും ആദ്യമാലയാ പറയേണ്ടത്, അല്ലാഹു
നിന്നോട് ചെയ്യാൻ പറഞ്ഞത് നീ ചെയ്തോ? അല്ല പറഞ്ഞതെന്താ? 5 വഖ്ത് നിസ്കരിച്ചിട്ട് നിന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. എന്നാൽ നമ്മുടെ മക്കൾ ആരാകുമെന്നറിയുമോ? ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയെ പോലെയാകും. വാപ്പാ മകനെ കൊല്ലാൻ വേണ്ടി കഴുത്തറുക്കാൻ വേണ്ടി കത്തി കഴുത്തിലോട്ട് വെക്കുമ്പോ, മൂർച്ചയുള്ള കത്തി തന്റെ കഴുത്തിലോട്ട് താടാൻ പോകുമ്പോ ആ സമയത്ത് പിതാവേ യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ. ആരാ പറയുന്നത്? പിതാവ് രാവിലെ എഴുന്നേറ്റിട്ട് മകനോട് പറയുകയാ, മകനെ വാപ്പ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം മറ്റൊന്നുമല്ല, നിന്നെ ബലിയെറുത്തിട്ട് അല്ലാഹുക്ക് കൊടുക്കണമെന്ന് സ്വപ്നം കണ്ടിരിക്കുകയാ. നമ്മളെങ്ങാനും നമ്മുടെ മക്കളോട് പറഞ്ഞ ഓ മക്കളെ പ്രതികരണം എന്തായിരിക്കും? ഇബ്രാഹിം നബി പൊന്നുമോനോട് പറയുന്ന, മോനെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു, നിന്റെ കഴുത്തറുത്ത് ബലി കൊടുക്കാൻ എന്താ അതിന്റെ അഭിപ്രായമെന്ന് ചോദിച്ചപ്പോ ഓ പൊന്നുമോ പറഞ്ഞത് എന്താണെന്നറിയുമോ? റസൂലേ, പിതാവേ അങ്ങയോട് എന്താണ് കൽപ്പിച്ചത് അതുപോലെ ചെയ്യുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ. നാളെ ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കാണാന്ന് പറഞ്ഞ പൊന്നുമോന് അതെങ്ങനെ കിട്ടിയതാണെന്നറിയുമോ? ഇബ്രാഹിം നബിക്കല്ല ഇസ്മായിൽ നബി ഇത്രയും നല്ല അനുസരണയുള്ള മോനാക്കി കൊടുത്തതെന്താ? അതിന്റെ കാരണം നിങ്ങൾക്കറിയോ? ഖുർആനിൽ ഏതൊക്കെ ഭാഗത്ത് ഇബ്രാഹിം നബി ദുആ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ മക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്തിട്ടുണ്ട്. ഖുർആൻ പറയുന്ന ഏറ്റവും വലിയ ഗുണപാഠമായത് അറിയുമെങ്കിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊള്ളുക. ഖുർആനിലേക്ക് ഇബ്രാഹിം നബിയുടെ ദുആ അല്ലാഹു പറയുന്നുണ്ട്. അവിടെയൊക്കെ ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ റബ്ബി ജഅൽനീ മുഖീമസ്സലാ. ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ 5 നേരവും നിസ്കരിക്കുന്നവനാക്കി നീ എന്നെ ആക്കണേ അല്ലാ. എന്നെ മാത്രമല്ല വമിന ദുരിയതീ, എന്റെ മക്കളെയും നീ അങ്ങനെ ആക്കണേ അല്ലാ. എവിടെയൊക്കെ ദുആ ചെയ്തിട്ടുണ്ടോ അവിടേക്ക് ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹിനോട് കാര്യമായിട്ട് ദുആ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര പേര് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും? എത്ര പേര് നിസ്കരിച്ചിട്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്? സ്വന്തം മക്കൾക്ക് വേണ്ടി. എന്റെ സഹോദരി, നീ നിന്റെ മക്കളെ കുറിച്ചിട്ട് ഇത്രയും ആവലാതിയും വേവലാതിയൊക്കെ പറയുമ്പോ വീട്ടിലെ മുസല്ലയിൽ കമഴ്ന്ന് കിടന്ന് സുജൂദി കിടന്ന് അല്ലാഹു എന്റെ കുഞ്ഞുങ്ങൾ പടച്ചവനെ അവര് ഗൾഫിലാണ്, അവര് ജീവിതത്തിന് വേണ്ടി പോയിരിക്കുകയാണ്, പടച്ചവനെ നീ അവർക്ക് നന്നാക്കണേ അല്ലാഹുവേ, വഴി തെറ്റിക്കല്ലേ അല്ലാഹുവേ, പടച്ചവനെ എന്നെപ്പോലെ എന്റെ മക്കൾ നിസ്കാരക്കാരനാക്കണേ അല്ലാഹുവേ. എത്ര പേര് ദുആ ചെയ്യാറുണ്ട്? പടച്ചവൻ എന്റെ മോൻ SSLC ജയിക്കണേ അല്ലാഹുവേ, +2 ജയിക്കണേ അല്ലാഹുവേ. നമ്മൾ ദുആ ചെയ്യും. എന്റെ മോൻ ഡോക്ടർ ആകണേ അല്ലാഹു. അവിടെ എന്നെ പോലെ വാപ്പാ നിസ്കരിച്ചിട്ടുണ്ടെ മോൻ നിസ്കരിക്കും. വാപ്പാ നിസ്കരിച്ചാലല്ലേ മോൻ നിസ്കരിക്കും. വാപ്പ എങ്ങനെ ജീവിക്കുന്നതനുസരിച്ച് മക്കളും ജീവിക്കും, ഇല്ലേ? ആദ്യം വാപ്പാ നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം മക്കൾക്ക്. ഇത് വാപ്പാ നിസ്കരിക്കാതെ മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നടക്കൂ. വാപ്പായും ഉമ്മായും എങ്ങനെ ജീവിക്കണോ? ഒരു മോനെ സുന്നത്തിലാണ് നിർത്താൻ ചെയ്യണം. അല്ലാഹുവേ ലൈനതൈതനാ സാരിഹാ ലനകൂനന്ന മിനശ്ശാകിരീൻ. അല്ലാഹുവേ നീ ഞങ്ങൾക്കൊരു സാലിഹായ സന്താനത്തെ തരണയല്ല. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്തു. ദുആയുടെ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിക്കാറുകയാണ്. ഒരു കുഞ്ഞിന്റെ ജനനം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമാണ്. അതാ കുഞ്ഞു ജനിക്കാൻ പോവുകയാണ്. നിന്റെ കുഞ്ഞു നീ ആട്ടുനോട്ടിരുന്ന നിന്റെ കൺമണി ഭൂലോകത്തേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു കുഞ്ഞു ജനിച്ചാലുടനെ അവന്റെ വലതു ചെവിയിൽ നീ ബാങ്ക് കൊടുക്കണം, ഇടതു ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം, അവന് സുന്ദരമായൊരു പേര് വിട്ടുകൊടുക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ആദ്യമായിട്ട് അവന്റെ വലതുകയില് ബാങ്ക് കൊടുക്കണം. കാരണം എന്താ? അവൻ ഈ ലോകത്തിന്റെ വെളിച്ചത്തിലോട്ട് വരികയാണ്. ഇതേവരെ അവൻ വെളിച്ചം കണ്ടിട്ടില്ല. ഇത്രയും നാൾ അവന്റെ ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന ഇരുട്ടറയിലാണ് കിടക്കുന്നത്. അവിടെ നിന്നത് അവൻ വെളിയിലോട്ട് വരികയാണ്. ഇത്രയും നാൾ അല്ലാഹു അവനെ കാത്തു സൂക്ഷിച്ചതാണ്. ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന 5 ലിറ്റർ വെള്ളം മാത്രം കൊള്ളാൻ വലിപ്പമുള്ള ഗർഭാശയത്തിന്റെ ഉള്ളില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സുരക്ഷിതമായി
മാലിന്യങ്ങളില്ലാതെ ഒരു ചതിയും കളവും അവൻ പഠിച്ചിട്ടില്ല. ഉമ്മാന്റെ ഗർഭാശയത്തിലൊന്നും അവൻ കണ്ടിട്ടില്ല. ഗർഭാശയത്തിന്റെ വായുടെ ഭാഗത്ത് അല്ലാഹു ഒരു അരിപ്പ തന്നെ വെച്ചിട്ടുണ്ട്. ആ അരിപ്പയുടെ പേര് പ്ലാസന്റ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി ഉമ്മാന്റെ രക്തത്തിൽ വിഷാംശങ്ങളുണ്ടെങ്കിൽ, ഉമ്മയുടെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യമുണ്ടെങ്കിൽ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിന് പിടിക്കാതെ അല്ലാഹു ഒരു അരിപ്പ തന്നെ വെച്ചിരിക്കുകയാണ്. അത്ര അരിച്ച് ശുദ്ധമായിട്ടാണ് ഒരു കുഞ്ഞു ലോകത്തോട്ട് വരുന്നത്. ഇനിയാണവൻ കൊള്ളപ്പലിശക്കാരന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത്. ഇനിയാണവൻ കള്ളുകുടിയനെ കാണാൻ പോകുന്നത്. ഇനിയാണവൻ പെൺവാണിഭക്കാരനെ കാണാൻ പോകുന്നത്. അവൻ ഇത്രയും നാൾ ഇരുട്ടത്തായിരുന്നു. ഇനി അവൻ കാണാൻ വെളിച്ചം കാണാൻ പോവുകയാണ്. അവൻ ലോകത്തിന്റെ സൂര്യന്റെ വെളിച്ചം കാണുമ്പോ, ചന്ദ്രന്റെ വെളിച്ചം കാണുമ്പോ അവന്റെ ചെവിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, മമ്പേനോറോ സംസ്വർ കമറോ യമസ്ദറേലു തോഫേ സാമാം സഹറോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ കുഞ്ഞി പിശാചുക്കൾ പാർക്കുന്ന ലോകം കാണുമ്പോ അവന്റെ വലതുവിൽ ആദ്യം കേൾക്കുന്ന നാമം അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന നാമമാകണമെന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അവൻ ആദ്യം കേൾക്കുന്ന എന്തായിരിക്കും? ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലഫൽ അലിഫു നിളാമ മദ്ഹിയ ഇലൽ ആലിയാൽ അവ്വല സൂതൂരി ബിസ്മില്ലാഹി ബദൽ ഖാലിഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ടൊക്കെ ഉമ്മമാര് പാടുമ്പോ ഇത് പാടി ഉറക്കും. കാരണം കുട്ടികൾ ആ സംസ്കാരം കേട്ടാണ് വളരുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ കേൾക്കുന്ന എന്താ? അന്ന് നമ്മുടെ കുട്ടികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് വളർന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾ അതേ കുട്ടികൾ കട്ടിലേ കിടന്ന് ആടുമ്പോ കേൾക്കുന്ന എന്താ? ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്, ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും, കവളത്തൊരു മുത്തം തന്നുകൊണ്ട് അവൾ ഇരിക്കും. നമ്മുടെ കുട്ടികൾ കേട്ട് വളരുന്നതാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഇടയിൽ കേട്ടുവരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, ഇതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികൾ വളരുന്ന സാഹചര്യം. അതൊരുക്കേണ്ടതാരാണ്? മാതാപിതാക്കളാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വലതു കവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടതു കവിയിൽ ഇഖാമത്ത് കൊടുക്കണം. അതിനുശേഷം ആ കുഞ്ഞിന് നിങ്ങൾ സുന്ദരമായൊരു പേരിട്ട് കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, കേട്ടുകൊള്ളുക, ഹഖുൽ വാലിദി അലൽ ഹഖുൽ വലദി അലൽ വാലിദി അൻ യുഹ്സിന ഇസ്മഹു ഇദാ വലദാ വഅൻ യുഅല്ലിമഹു ഇദാ അകലാ വഅൻ യുസവ്വിദഹു ഇദാ അബ്റകാ. മാതാപിതാക്കൾക്ക് മക്കളോട് 3 കടമയുണ്ട്. അതിലൊന്നാമത്തെ കടമ അൻ യുഹ്സിന ഇസ്മഹു ഇദാ വലദാ. അവൻ ജനിച്ചാലുടനെ അവനൊരു നല്ല പേരിട്ട് കൊടുക്കണേ. ജനിച്ചാലുടനെ നല്ല പേരിട്ട് കൊടുക്കണം. പേരിലും കഥയുണ്ട്. ചില ആളുകൾ പേരിൽ വലിയ കാര്യമില്ല. പേരിലും കാര്യമുണ്ട്. ഉമർ അള്ളാന്റെ അടുക്കൽ ഒരാൾ വന്നു, എന്താ പേര്? എന്റെ പേര് ശിഹാബ്, തീക്കൊള്ളി. ശിഹാബിന്റെ അർത്ഥം എന്താ? തീക്കൊള്ളി. ഇവിടെ ആരെയും ശിഹാബ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാല്ലേ. ശിഹാബുദ്ദീൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ശിഹാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീക്കൊള്ളി എന്നാണ്. ഓഹോ, നിന്റെ വാപ്പാന്റെ പേരെന്താ? അബ്ദുന്നാർ, തീയുടെ അടിമ. കൊള്ളാം. നിന്റെ വീട്ടുപേരെന്താ? ബൈത്തുന്നാർ, തീയുടെ വീട്. കൊള്ളാം. ഉമർ അള്ളാന്റെ പറഞ്ഞ നിന്റെ ജീവിതം അങ്ങനെ തന്നെ ആവുള്ളൂ. ചരിത്രത്തിൽ കാണാം, ആ കുടുംബം മരണപ്പെട്ടത് വീടിന് തീ പിടിച്ചിട്ടാണ്. അതുകൊണ്ട് പേരിലും കഥയുണ്ട്. അതുകൊണ്ട് നല്ല പേരിടണം. ഒരു കുട്ടിയുടെ പേര് ഞാൻ ചോദിച്ചു, വാപ്പാട് എന്താ പേര്? അബു. അയച്ചത് അത്ര ഉള്ള വെറും അബു. അതോ ഉസ്താദ് ഇപ്പൊ ഇവന് 3 വയസ്സായതേ ഉള്ളൂ. ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ട് ഇവൻ നേരെ ചൊവ്വേ നടക്കുകയാണ്, ഒരു വാക്കം കൂടെ കൂട്ടി അബൂ ബക്കർ എന്നിടാം. ഇവൻ തലതിരിഞ്ഞു പോവുകയാണെ ഒരു വാക്കും കൂടെ കൂട്ടി അബൂ ജഹൽ എന്നിടാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം മൗക്കൂഫായിട്ട് അബൂ എന്നിട്ടിരിക്കുക. നന്നായിട്ട് വന്ന അബൂബക്കർ, തലതിരിഞ്ഞു പോയ അബൂ ജഹൽ. അതുകൊണ്ട് പേരിലും കാര്യമുണ്ട്. പാപ്പാടവും മാടയും പേരിന്റെ ആദ്യത്തെ അക്ഷരം കൂട്ടിയിട്ട് പേരിട്ടാൽ കുഴപ്പമുണ്ടാവും. ബാസത്തിനും അസൂറാക്കും കൂടെ ഒരു മോനുണ്ടായി. ബാസത്തിന്റെ ബായും അസൂറാടെ സൂറും കൂടെ കൂട്ടിയിട്ട് മോന് പേരിട്ടു ബാസൂർ. അങ്ങനെയുണ്ട്. ബാസൂർ നല്ല പേരാണ് അല്ലേ?
അർത്ഥം എന്തുവാ? വാസൂറിന്റെ മൂലക്കുരു, പൈൽസ്. മദ്രസയെ കൊണ്ടേ ചേർത്തപ്പോ ഉസ്താദ് മുഹമ്മദും കൂടെ ചേർത്തി മുഹമ്മദ് വാസൂറായി, തുതിക്കപ്പെട്ട മൂലക്കുരു. അതുകൊണ്ട് പേരിടുമ്പോൾ ആ പേര് നന്നാക്കണം. ഇതൊന്നും ചെറിയ വിഷയങ്ങളാണ്, എനിക്ക് വലിയ 1-2 വിഷയങ്ങൾ പറയാനുണ്ട്. ഖുർആൻ നല്ല പേരിട്ട് കൊടുക്കണം. രണ്ടാമത്തെ കടമ ഏതാ? ആദ്യം പേരിട്ട് കൊടുക്കണം. ഇനി ആരുടെ പേരാ സ്വീകരിക്കേണ്ടത്? ഉമ്മയാണോ പേരിടേണ്ടത്, ഉപ്പയാണോ പേരിടേണ്ടത്? ആര് പേരിടണം? ഉമ്മ പേരിടണോ, ഉപ്പ പേരിടണോ? നിങ്ങളെന്ത് ഒന്നും മിണ്ടാ ഇങ്ങനെ ഇരിക്കുന്നു? ഉമ്മയാ? നിങ്ങൾ പുരുഷന്മാരല്ല, നിങ്ങൾ വാപ്പാന്നേ പറയുള്ളൂ. സഹോദരന്മാരെ, ഉമ്മയുടെ പേരാണ് സ്വീകരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെയാണ്. വിചാരിച്ചു ഉമ്മയ്ക്കാണ് പേരിടാൻ. 2 പേരും തമ്മിൽ പേര് പറഞ്ഞു. നല്ല പേര് ഉമ്മ പറഞ്ഞ പേരാണെങ്കിൽ ഉമ്മയുടെ പേരിനെ മുന്തിക്കണം. കാരണം അല്ലാഹുവിന്റെ ഖുർആനാണ് തെളിവ്. ഹന്നാ ബീവിക്കൊരു മകളുണ്ടായപ്പോ ഹന്ന പറഞ്ഞതെന്താണ്? ഈ കുഞ്ഞിനെ ഞാൻ മറിയമെന്ന് പേരിടുകയാണ്. ഹന്നാ ബീവിയാണ് മകൾക്ക് പേരിട്ട് കൊടുത്തതെന്ന് ഖുർആൻ പറയുമ്പോ ഉമ്മയാണ് മകൾക്ക് പേര് ചൊല്ലി വിളിക്കേണ്ടതെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ഹന്നാ ബീവി പറഞ്ഞു, ഇന്നീ സമ്മയ്തുഹാ മറിയമ, ഞാൻ ഇവൾക്ക് മറിയമെന്ന് പേരിടുകയാണ്. അതുകൊണ്ട് ഉമ്മയാണ് പേരിടേണ്ടത്.